ഗോവയിൽ വന്നിട്ടുള്ള ഒരാൾ പോലും കാണാൻ സാധ്യതയില്ലാത്തൊരു കോട്ടയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇത് തിവ്യം എന്ന് പറഞ്ഞാൽ നോർത്ത് ഗോവ സൈഡാണ്. തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളൊരു ടാക്സി ഒക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടി. ഇത് പോർച്ചുഗീസുകാർ 1705 പണിതാണ്. ഒരുപാട് 325 വർഷം പഴക്കമുള്ളൊരു കോട്ടയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണികളൊക്കെ എടുത്തിട്ട് ഈ കോട്ട നല്ല രീതിയിൽ ഇവർ സംരക്ഷിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മാറ്റം കാണാം. ചില നിറവ്യത്യാസം കല്ലുകളിൽ കാണുന്നത് ഒരു പണിത് എടുത്തതാണ്. മുന്നേ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയത് അവർ പുതിയ കല്ലുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ കോട്ടയുടെ നടുക്ക് വലിയൊരു കിണറുണ്ട്. ഇതൊരു ജയിലായിട്ടാണ് പോർച്ചുഗീസുകാർ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മറാത്തികളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ നേരിടാനാണ് ഈ നോർത്ത് സൈഡിൽ പോർച്ചുഗീസുകാർ ഈ കോട്ട പണിതിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്താണ് ഗോവ എയർപോർട്ടൊക്കെ. മനോഹർ എയർപോർട്ടിൻ്റെ അടുത്താണിത്. ഗോവയിൽ വന്നിട്ട് ഒട്ടും തിരക്കില്ലാത്തൊരു കാം ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊച്ചിൻ ഫോർട്ട് സെലക്ട് ചെയ്യാം. നോർത്ത് ഗോവയിലാണ്, തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് വർക്കേഴ്സ് ഉണ്ട്. വേറെ ആരും വിസിറ്റ് ചെയ്യാൻ വരാത്തൊരു നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ് ഗോവയിൽ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു കോട്ടയാണ്. ഇതിൻ്റെ പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഓരോരോ കാഴ്ചകളാണ്. കുന്നും ഗോവയുടെ നല്ല ക്ലൈമറ്റാണ്. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, അധികം തണലില്ല. ഇത് അത്യാവശ്യം ഉയരത്തിലാണ്. ഇതിൻ്റെ നടുമുറ്റത്ത് ധാരാളം ഇറങ്ങിപ്പോവാനുള്ള സ്ലോപ്പുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പടികളല്ല. ഒരു കോട്ടയിൽ നമ്മൾ പൊതുവെ പടികളാണ് കാണാറ്. ഇത് ഒരു ആനയ്ക്ക് വരെ കയറി വരാൻ പാകത്തിന് നല്ല രീതിയിൽ ചരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ പീരങ്കിയൊക്കെ ഉരുട്ടിക്കയറ്റി ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കും. ഈ പീരങ്കിയും അതേപോലെ തോക്കൊക്കെ ഈ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ശത്രുക്കളെ നേരിട്ടിട്ടുള്ളത്. 4 ഭാഗവും സിമെട്രിക്കലായിട്ടുള്ളൊരു കോട്ടയാണ്. അതിൻ്റെ ഈ മുകൾ വശത്തൊക്കെ ഇപ്പോൾ ഇവർ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമായി. കാരണം പഴയ നിർമ്മിതിയുടെ അതേ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മണ്ണാണ് തേച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കല്ല് പുതിയതാണെങ്കിലും ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ആ കളറ് ആ പഴയ രീതിയിലേക്ക് പൂപ്പലൊക്കെ വന്നിട്ട് ശരിയാവും. അതിൻ്റെ മിനാരങ്ങളൊക്കെ അതേപോലെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ആ പോർച്ചുഗീസ് വാസ്തുവിദ്യ അവർ കോപ്പി അടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ കളർ ടോണൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഗോവൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എളുപ്പമല്ല 300 വർഷത്തെ അധികം പഴക്കമുള്ളൊരു കോട്ടയെ ഒന്ന് പുനരുദ്ധീകരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എഫേർട്ടാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാടൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കുറച്ചുകൂടിയൊക്കെ ടൂറിസ്റ്റുകൾ അട്രാക്റ്റഡ് ആവും. അതിനു വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാട് പിടിച്ച് നശിച്ചു പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്കൊക്കെ നമ്മുടെ നാട്ടിലും ധാരാളം കോട്ടകളുണ്ട്. പക്ഷെ പലതും ആരും തിരിഞ്ഞു നോക്കാതെ കാട് പിടിച്ച് കയറി നടക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ ബേക്കൽ ഫോർട്ട് പോലും ആ അവസ്ഥയാണ്. അപ്പോൾ ഗോവ നമുക്ക് ശരിക്കും ഒരു നല്ല മാതൃകയാണ്. അവർ വളരെ ചെറിയൊരു കോട്ടയായിട്ട് കൂടി ഈ കോട്ടയിനെയൊക്കെ സംരക്ഷിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഗോവ ടൗണിൽ നിന്ന് നല്ല അകലെയാണ്. ഇത് തിവിം എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ പല തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ്, ആ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ രീതികളൊക്കെ പഠിക്കാനും ആർക്കിടെക്ചറിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ മുകളിലൊരു മേൽക്കൂര ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എന്തായാലും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു മൂലയിലേക്ക് വരുമ്പോൾ ഒരു വാച്ച് ടവറാണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ 4 വാച്ച് ടവറുകളാണ് ഇവർ പണിതിട്ടുള്ളത്. ജയിലറകളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പട്ടാളക്കാരെ പരിശീലിപ്പിക്കാനും അതേപോലെ കുതിരകളെയും ആനകളെയൊക്കെ പരിശീലിപ്പിക്കാനൊക്കെയാണ് ഈ കോട്ട പണ്ട് പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് വർഷം മറാഠികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ രാജാക്കന്മാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ നിയന്ത്രിച്ച് തന്നെ ഈ കോട്ടയിൽ നിന്നിട്ടാണ് പോർച്ചുഗീസുകാർ. താഴേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കൃത്യം ഒരു 45 ഡിഗ്രി ചരിച്ചിട്ട് എന്നൊക്കെ പറയാം ഈ ചരിവ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ കയറാനും ഇറങ്ങാനും
വളരെ എളുപ്പമുണ്ട്. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഓടി കയറി പോകാൻ പറ്റും. പിന്നെ നടുക്കുള്ള ആ കിണർ, അത് ഏത് കോട്ടയുടെയും ഒരു ജീവവായു അല്ലെങ്കിൽ അതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത് അവിടെ ആ കോട്ടയിലെ ആൾക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പാകത്തിനുള്ള കിടങ്ങുകൾ ആണോ അതിന് ഇടിഞ്ഞു പോയതാണോ എന്നറിയില്ല. എന്തായാലും നല്ല പഴക്കമുള്ള 300 വർഷം പഴക്കമുള്ളൊരു കിണർ നമുക്കിവിടെ കാണാം. ഇതിൽ വെള്ളം ഇപ്പോൾ കാണുന്നില്ല. അത്യാവശ്യം ഒരു ഈർപ്പമുള്ള മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു കിണറാണ്. അതിൽ അതൊക്കെ ഒരു ആൾമറ കെട്ടി സംരക്ഷിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ആ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മുറികളൊക്കെ ഉണ്ട്. നമുക്ക് വാതിലുകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ലെങ്കിലും ആ കവാടം അവശേഷിക്കുന്നുണ്ട്. ആർച്ച് രൂപത്തിലുള്ള ഈ ഒരു ഷെയ്പ്പ്, ഇത് പോർച്ചുഗീസ് യൂറോപ്യൻ നിർമ്മിതിയുടെ ഒരു ഭാഗമാണ്. ഈ കല്ലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ബീമൊന്നും ഇല്ലാതെയാണ് ആ കല്ല് ശരിക്കും ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. താഴെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ 300 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ഭാരമുള്ള കല്ലുകളൊക്കെ, അതിന് മുകളിലേക്കും കല്ലുകൾ കാണാം. യുദ്ധങ്ങളൊക്കെ നേരിട്ടിട്ടും ഈ ഒരു വാതിൽ ഇങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. 300 വർഷം മുന്നേ ഇവിടെ ഒരു വാതിൽ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടാവുക എന്ന് പോലും നമുക്കിപ്പം മനസ്സിലാവുന്നില്ല. അത്രയും സാങ്കേതികത്വങ്ങളുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്നുമല്ല. ഈ കല്ലിനെയൊക്കെ അതേപോലെ അതിൻ്റെ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു ത്രികോണാകൃതിയിൽ അത് വെട്ടിയെടുത്തിട്ടാണ് ആ കല്ല് അവിടെ നിൽക്കുന്നത്. നമുക്കത് ഇങ്ങനെ താഴേക്ക് വീഴുമെന്ന് തോന്നിപ്പോവും. പണ്ട് പോർച്ചുഗീസുകാരുണ്ടായിരുന്ന കാലത്ത് അവർ ആരാധനയുടെ ഭാഗമായിട്ട് പണിതിട്ടുള്ള ഒരു അൾത്താരയാണിത്. അതിൽ ഇപ്പോൾ മൂർത്തികളൊന്നുമില്ല. ഒരു യേശു ക്രിസ്തുവിൻ്റെ ഒരു അല്ലെങ്കിൽ മേരിയുടെ ഒരു പ്രതിമ നമുക്കിതിൽ ഉണ്ടായിരുന്നതായിട്ട് പ്രതീക്ഷിക്കാം. നല്ലൊരു ഗ്രാമപ്രദേശത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊന്നും ഇങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ തിരിച്ചു പോകാനും കൂടി സൗകര്യത്തിനുള്ള ഒരു ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരേണ്ടി വരും. നമുക്കിവിടെ ഗോവയിൽ ഊബറൊന്നും അത്ര ആക്റ്റീവായിട്ട് നോർത്ത് ഗോവയിൽ തിവിയം ഭാഗത്തൊന്നും കാണുന്നില്ല. നിങ്ങളൊരു പ്രൈവറ്റ് ടാക്സി എടുക്കായിരിക്കും നന്നാവുക. ഈ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഈ കോട്ട എവിടെയാണ് ഏകദേശം നിങ്ങൾക്ക് ഒരു നല്ല പച്ചിപ്പൊക്കെ ഉള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ വന്നിട്ടുള്ള ടാക്സിയാണിത്. ഇത് നമ്മളൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ലോക്കൽ ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് ഡ്രൈവറെ കിട്ടി. പിന്നെ ആ ഡ്രൈവറെ തന്നെ നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. തിരിച്ചു പോകാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഈ കാറിൽ തന്നെ തിരിച്ചു പോകണം.